45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തുന്നു. 1979 മൊറാർജി ദേശായിയാണ് അവസാനമായി പോളണ്ട് സന്ദർശിച്ച പ്രധാനമന്ത്രി. എന്തിനാണ് പോളണ്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയതെന്നും എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയതെന്നും അനവധി ചോദ്യങ്ങൾ ഉയരുന്നു. ഇപ്പോഴത് അതിനൊക്കെ ഉത്തരമായിരിക്കുന്നു. പോളണ്ടിലെ ഏറ്റവും വലിയ ആയുധ കമ്പനിയായ WUB ഗ്രൂപ്പ് ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നിലവിൽ അവരുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ ആയുധ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ചങ്കിടിപ്പ് കൂട്ടുന്നത് ചൈനയുടെയാണ്. കാരണം ഇവർ നിർമ്മിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ ചൈന നിർമ്മിക്കുന്ന ആയുധങ്ങളെക്കാൾ മുന്തിയതും ഇന്ത്യൻ സേന ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നതുമായ ആയുധങ്ങളാണ്. പ്രത്യേകിച്ച് റേഞ്ച് ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോണുകൾ, അതുപോലെ ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റേഞ്ച് ഡ്രോണുകളും കൗണ്ടർ ഡ്രോണുകളുമാണ്. പോളണ്ടിലെ ഈ WUB കമ്പനിയിൽ നിന്ന് വാങ്ങിയവ ഇപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് മറ്റു രാജ്യങ്ങൾക്കും വിതരണം ചെയ്യാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നതെന്ന് WUB ഗ്രൂപ്പിൻ്റെ CEO വോജി ചോസ്കി പറഞ്ഞിരിക്കുന്നു. ഇത് ചൈനയ്ക്ക് കൂടുതൽ പ്രഹരമാകും. കാരണം ചൈന ഇത്തരത്തിലുള്ള ഡ്രോണുകളും മറ്റും നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലാകുമ്പോൾ കുറച്ചുകൂടി ലാഭകരമായി കമ്പനിക്ക് പ്രവർത്തിക്കാനും കുറഞ്ഞ ചിലവിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് അത് വിൽക്കുവാനും കഴിയും എന്നുള്ള ഒരു വലിയ കാര്യം കൂടി ഇതിൽ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പനി പൂർണ്ണ രീതിയിൽ സജ്ജമാകുമ്പോഴേക്കും ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. നിലവിൽ ഈ കമ്പനി പുതിയതായി ഉൽപ്പാദിപ്പിക്കുന്നത് ആളില്ലാത്ത പറക്കുന്ന വിമാനങ്ങൾ, അതായത് UAV എന്ന് പറയുന്ന ടൈപ്പ് വിമാനങ്ങളാണ്. ഡ്രോണുകളാണ് ഇവരുടെ ഏറ്റവും പ്രശസ്തമായത്. കാരണം ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഇവരുടെ ഡ്രോണുകളാണ്. നമ്മൾ കണ്ടതാണ് ഉക്രൈൻ കൂടുതലായി ഇപ്പോൾ യുദ്ധത്തിനായി ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ്. അത്തരത്തിലുള്ള ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ ഈ കമ്പനി വളരെ പ്രശസ്തമാണ്, പേര് കേട്ടതാണ്. അതായത് നരേന്ദ്രമോദി പോയത് വെറുതെയല്ല, പോളണ്ടിൽ പോയത് ഈ വൻകിട കമ്പനിയെ ഇന്ത്യയിൽ എത്തിക്കാൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.